നീ അത് പറഞ്ഞ ഈ ക്യാമറ ഈ സാധനം വെച്ച് അടിച്ച് ഞാൻ ഇവിടെ ഇറങ്ങി പോകും. ഇല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അതെങ്ങാ നിന്റെ വായന്ന് ഞാൻ പറഞ്ഞു വരുന്നത് എവിടെ മനവല ഞാൻ ഈ ഹോട്ട് സീറ്റിൽ വരുമ്പോ സാധാരണ നിലയിൽ കത്തി കൊണ്ടുവരാറുണ്ട്. അങ്ങനല്ലേ പറഞ്ഞത്. പിന്നെ ആ ഒരു കാര്യം അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറയുമ്പോൾ ലിവിങ് ടുഗദർ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഇപ്പൊ പല ആൾക്കാരും പോകാറുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റി എന്താ ചേച്ചിക്ക് തോന്നുന്നത്? എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ തൃപ്തിയാണ്. കാരണം കല്യാണം കഴിച്ച ഒരുപാട് ഫ്രണ്ട്സും ആൾക്കാരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും പ്രോബ്ലംസ് ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. അവർ പറയണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്നേഹം കൊടുത്ത് നോക്ക്, സ്നേഹം കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച്, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ അമ്മോടും എൻ്റെ എല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്നെ എന്തൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞോ ഞാൻ ക്ഷമിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു കുടുംബം വലുതാണ്. എനിക്ക് അതും പറഞ്ഞ് തല്ലിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെ ലൈഫാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ലിവിങ് ടുഗദർ എന്ത് വേണേ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കാരണം അത് ഓരോരുത്തരുടെ മനസ്സുകൊണ്ട്